അതെ, എന്താ? ഞാൻ പട്ടേൽ സാറിന്റെ വീട് വരെ പോയിട്ട് വരാം, കുറച്ച് ജോലിയുണ്ട്. ആ, അവിടുന്ന് മീൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് വാങ്ങിച്ചോ. ആ മീൻകാരനാണെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും വന്നേ ഇല്ല. ആ ശരി ശരി, വാങ്ങിട്ട് വരാം. വാതിലൊക്കെ തുറന്നിട്ട് എങ്ങോട്ടും പോയേക്കരുത്. ഇവനെന്താ കണ്ടിട്ടും കാണാത്ത പോലെ പോണേ? അതെ നഞ്ചപ്പാ, ഒരു ലെറ്റർ ഉണ്ടേ. എന്താ പ്രൊമോഷൻ കിട്ടിയ പോലെ ഉണ്ടല്ലോ. അല്ല, ഈ വീട്ടു നമ്പറാണല്ലോ ഈ കത്തിൽ എഴുതിയേക്കുന്നേ. പോടാ ഇറക്കാം, കത്ത് മൊത്തം താഴെ വീണു. ഒക്കടാ, എന്റെ പൊന്നായിട്ട് ഇത് എന്നെ കൊണ്ട് പറ്റില്ല. സൈക്കിള് സ്റ്റാൻഡിന്റെ അത്രയും പോലും ഇല്ല, എന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ വന്നേക്ക്. ആകെ നശിപ്പിച്ച് ചെക്കൻ. അല്ല ചേട്ടൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യോ? ഈ അഡ്രസ് എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. ചേട്ടാ, ദേ പല്ലി. പല്ലിയൊന്നും ഇല്ല ചേട്ടാ, സ്ഥലന്തേ അതാ. A for apple, M for മന്മഥൻ. ഇതെന്റെ അഡ്രസ് ആയിരുന്നല്ലേ, മനസ്സിലായില്ല എനിക്ക്. പന പോലെ വളർന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, കാക്കാശിന്റെ വിവരമില്ല. അതിന് തന്നേ. ഇത് എനിക്കൊന്നും ലിറ്ററാ. നിനക്കാ? എനിക്ക് തന്നെ. നിനക്കാര് കത്തെഴുതാനാ? എന്റെ ലവർ എനിക്ക് അയച്ചതാ. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ അഡ്രസ്സാ കൊടുത്തേ. സോഡാ കുപ്പിയുടെ അത്രേ ഉള്ളൂ, അപ്പോഴേക്കും പ്രേമം. ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ. നിർത്തിക്കോ നിർത്തിക്കോ, ഞാൻ ഇവിടെ ഇറങ്ങുക. വളരെ നന്ദിയുണ്ട് സാർമാരെ. ദേ ആ കാണുന്ന കണ്ടോ, അതാണ് പട്ടേൽ വീട്. അങ്ങോട്ട് പോയാൽ മതി, നിങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ അദ്ദേഹം ചെയ്തു തന്നോളൂ. സാർമാരെ ഒന്ന് സൂക്ഷിക്കണേ. ഒന്ന് പോവാൻ നോക്കിയടോ, തന്റെ വായൊന്ന് അടച്ചു വെച്ചൂടെ? ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ആദ്യമായിട്ട് വന്നതല്ലേ, ഞങ്ങളുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ പേടിപ്പിക്കണ്ടെന്ന് കരുതി കുറച്ചേ പറഞ്ഞുള്ളൂ. എന്തായാലും സാറുമാർ ഇവിടെ ഉണ്ടാവില്ലേ, പോകെ പോകെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പിന്നൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. എന്റെ പൊന്ന് മന്മഥൻ ചേട്ടൻ ഒന്ന് പോവാൻ നോക്കിയേ. എന്നാ ശരി സാറേ, മന്മഥൻ വിട്ടേക്കുവാ. എന്തൊരു തോൽവിയാണ് ഇയാള്.
പട്ടേൽ സാർ, പട്ടേൽ സാർ. ഏ ഉം, ഉം. ഏയ് നിങ്ങൾ എന്താ ഇവിടെ? ഐ കാൻ ബിലീവ് ദിസ്. ഞങ്ങളും അത് തന്നെ ചോദിക്കാൻ വരുമായിരുന്നു. താനെന്താ ഇവിടെ? ബൈ ചാൻസ് മൈസൂരില് താങ്കളുടെ മുഖച്ചായുള്ള അനിയത്തിമാര് വല്ലവരും ഉണ്ടോ? എന്താ തമാശയാണോ? ഇത് എന്റെ വീടാ. എന്റെ അച്ഛന് ഒറ്റ മോളേ ഉള്ളൂ. നിങ്ങളെപ്പോലെ രണ്ടുപേരൊന്നുമില്ല. ഓ, ഇത് തന്റെ വീടായിരുന്നല്ലേ? എന്നാ പിന്നെ നമുക്ക് വിടാടെ. എന്നാ ഇറങ്ങട്ടെ. വടാ വടാ. ഏയ് കേറി വാ. വരുന്ന വഴിയില് ഞങ്ങളൊരു വീട് കണ്ടിരുന്നു. ആ വീട് ഞങ്ങൾക്കൊന്ന് സെറ്റാക്കി തരാൻ പറ്റുമോ ചേട്ടാ? എന്ത്? ആ വീടോ? അത് ശരിയാവില്ല. ആ വീടിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല. പ്രേതബാധയുള്ള വീടാണെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. പരിചയമില്ലാത്ത സ്ഥലമല്ലേ. നിങ്ങൾക്ക് എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ? ചേട്ടന് വേറെ പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ നിന്നോളാം. ഞങ്ങളോട് വന്നതിന്റെ ഉദ്ദേശവും ഇതുപോലുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയാ. അവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തരാണെങ്കിൽ അത് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും ഞങ്ങൾക്ക്. എനിക്കെന്താ പ്രശ്നം? നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ആ വീട് തന്നെ ഏർപ്പാടാക്കി തരാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തീർത്തും വിശ്വാസമില്ല. ഞാനൊരാളെ അയച്ച് നാളെ തന്നെ ആ വീട് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറയാം. താങ്ക് യു. എന്തായാലും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ശരി പറ്റില്ലേട്ടാ. നീ ചെല്ലുപോളെ, ചെന്നിടന്ന് ഉറങ്ങാൻ നോക്കാം. രാത്രി ശുഭരാത്രി, ഇനിയും ശിവരാത്രി. രാഹുൽ, ആ പോസ്റ്റ്മാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ആലോചിച്ച് നോക്കിയോ? അയാൾ പറഞ്ഞാലും എന്താ കാര്യമുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. അതും ശരിയായിരിക്കും. ഈ കാട്, ഈ കാറ്റ്, ഈ ഇലകളുടെ ശബ്ദം, ഇതിന്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാ. ഇവിടെ തന്നെ സെറ്റിൽ ആയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നീ ഇതെന്തൊക്കെയാ പറയുന്നത്? പിന്നെ ഞാൻ വേറെന്ത് പറയാനാ? ആ പോസ്റ്റ്മാൻ നേരം പോക്കിന് നാട്ടുകാരെ പറ്റിക്കാൻ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ നീ അത് വിശ്വസിക്കുക? അതെ, ഞാനും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. സത്യത്തില് നിങ്ങള് ഞങ്ങളുടെ നാടിനെ കുറിച്ച് അറിയാൻ വേണ്ടി തന്നെ വന്നതാണോ? നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് പണ്ടേ അറിയുന്നതല്ലേ. സത്യം പറയേ. സത്യം തന്നെയാ. സത്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ സത്യം എന്താണെന്ന് പറയാം. ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടേക്ക് വന്ന്. അയ്യോ മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഒന്നും ചോദിക്കണ്ടായിരുന്നു. ഈ വീട്ടിൽ കുറെ കാലമായിട്ട് ആരും താമസിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നാട്ടിൽ തന്നെ ഇത്രയും ഉള്ളിലുള്ള വീടാകുമ്പോൾ ആരും വന്ന് താമസിക്കാനുള്ള ഇവിടെ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, വീട് എന്തായാലും പൊളിയായിട്ടുണ്ട്. അതെ, അങ്ങോട്ടൊന്നും പോകണ്ട. അവിടെ വലിയൊരു കിണറുള്ളതാ. ആ ഓക്കെ ഏട്ടാ. അതിലെങ്ങാനും പോയി വീണാ പിന്നെ ആര് സമാധാനം പറയും? കുറച്ചധികം പഴക്കമുള്ള കിണറാണല്ലേ? ആഹാ, പിന്നല്ലാതെ. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ട് പോയ കിണറാ. ഇതിൽ വെള്ളം പറ്റിയൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. പിന്നെ നാട്ടിൽ നിന്ന് വളരെ അകലെ ആയതുകൊണ്ട് ഇവിടെ വന്ന് ആരും വെള്ളം എടുക്കാറില്ല. ഓ, ആ കയറി പോരെ, ധൈര്യമായിട്ട് പോരെ. വാ അകത്തേക്ക് പോരെ. അവിടെ ഇരുന്ന എങ്ങനെ ഇതൊക്കെ ഒന്ന് കാണണ്ടേ? ഇങ്ങോട്ട് കയറി പോര്. പട്ടേൽ സാറ് വീടൊക്കെ ക്ലീൻ ചെയ്ത് നല്ല പെയിന്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, സുഖമായിട്ട് താമസിച്ചോ.
എന്നാ ഞാൻ ഇറങ്ങുക. ശരി.